AI എന്നും ഓട്ടോമേഷൻ എന്നും ഒക്കെ കേൾക്കുന്നതല്ലാതെ പലർക്കും സ്വന്തം ഒരു ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് AI ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ChatGPT ഉപയോഗിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും മാനുവലായിട്ട് നിങ്ങൾക്കത് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു AI ഓട്ടോമേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്ന ഡെമോൺസ്ട്രേഷൻ്റെ അകത്ത് ടെക്നോ പാർക്കിൽ ജോലി അന്വേഷിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് വിചാരിക്കാം. അയാൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം സ്വന്തം ഇൻബോക്സിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ മെസ്സേജായിട്ട് അയാളുടെ സ്കില്ലിനും എക്സ്പീരിയൻസിനും പറ്റിയ ജോലികൾ ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക എന്നുള്ളൊരു ഓട്ടോമേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ട് റൺ ചെയ്യും. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് റൺ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ യൂഷ്വലി ഡേ ടൈമിൽ, അതായത് വർക്കിംഗ് അവേഴ്സിലായിരിക്കും കമ്പനികൾ അവരുടെ ഓപ്പണിങ്സ് പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് 7 മണി എന്ന് പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ളൊരു ടൈമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈം സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓട്ടോമേഷനിലേക്ക് പോകാം. ഏതൊരു ഓട്ടോമേഷൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രിഗറാണ്. ട്രിഗർ എന്ന് പറയുന്നത് എപ്പോഴാണ് ആ ഓട്ടോമേഷൻ ട്രിഗർ ചെയ്യേണ്ടത്. ചിലപ്പോൾ 7 മണി എന്നുള്ളൊരു സമയം വെച്ച് നമുക്ക് 7 മണിക്ക് ട്രിഗർ ചെയ്യിക്കാം, അല്ലെങ്കിൽ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ട്രിഗർ ചെയ്യിക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റിങ്ങിൻ്റെ പർപ്പസിനായിട്ട് എക്സിക്യൂട്ടിംഗ് വർക്ക് ഫ്ലോ നമ്മൾ തന്നെ മാനുവലായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് ട്രിഗർ ചെയ്യുക. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈറ്റിൽ പോകണം. അതായത് technopark.in എന്ന് പറഞ്ഞൊരു ഈ സൈറ്റിൽ പോവുക. ഈ സൈറ്റിലായിരിക്കും ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് ഡൈനാമിക് ആയിട്ടാണ് ഈ സൈറ്റിലെ ഡേറ്റ ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്പെക്ട്, അതായത് നെറ്റ്വർക്ക് ടാബിലെ ഇൻസ്പെക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ഈ API കോൾസ് പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് ഈ API ആണ് ഇവർ കോൾ ചെയ്യുന്നത് ഡേറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ URL-ലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ ഇങ്ങനെ JSON ഫോർമാറ്റിൽ പ്രോപ്പറായിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും. സോ നമുക്ക് എടുക്കേണ്ടത് ഈ ഡേറ്റയാണ്. ഈ ഡേറ്റ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു ഐഡി, ആ ജോബിൻ്റെ ഒരു ഐഡി ഉണ്ടാവും, ലിസ്റ്റിംഗ് ഐഡി ഉണ്ടാവും, ജോബിൻ്റെ ടൈറ്റിൽ ഉണ്ടാവും, പോസ്റ്റഡ് ഡേറ്റ് ഉണ്ടാവും. ഇത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണോ അതെയോ എന്നുള്ള കാര്യം ഉണ്ടാവും. അത് വാക്ക് ഇൻ എന്നുള്ള 0 ആണ്, അതുകൊണ്ട് വാക്ക് ഇൻ ഇൻ്റർവ്യൂ അല്ല. പിന്നെ ക്ലോസിങ് ഡേറ്റ്, അങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. ഇനി അത് കൂടാതെ താഴേക്ക് പോവുകയാണെങ്കിൽ ടോട്ടൽ എത്ര ജോലികൾ ഉണ്ട് എന്നുള്ള സാധനമൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, നമുക്കിത് മുഴുവൻ ഡേറ്റ ഒന്നും വേണ്ട, പക്ഷേ നമുക്ക് ഈ URL-ആണ് എടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് HTTP റിക്വസ്റ്റ് നോഡ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കുക. HTTP റിക്വസ്റ്റ് നോഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബ്രൗസറിൽ ഈ URL വിസിറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് പ്രോഗ്രാമാറ്റിക് ആയിട്ട് ഈ URL വിസിറ്റ് ചെയ്യാനുള്ളൊരു സാധനമാണ് HTTP റിക്വസ്റ്റ് നോഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ChatGPT ചോദിച്ചാൽ കിട്ടുന്നൊരു സാധനമാണ് ഈ ഓട്ടോമേഷൻ. അതായത് നിങ്ങൾക്ക് എന്ത് ഓട്ടോമേഷനാണ് ബിൽഡ് ചെയ്യേണ്ടത് അതിൻ്റെ സാധനമൊക്കെ നിങ്ങൾക്ക് ChatGPT ചോദിച്ചത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഈ സ്റ്റെപ്പ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും നമുക്കിവിടെ മുൻപ് ഇവിടെ കിട്ടിയതുപോലെ ഈ ഡേറ്റ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഈ മുഴുവൻ ഡേറ്റ ഒന്നും വേണ്ട, കാരണം ഇതിൻ്റെ അകത്ത് ഈ സാധനം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ്, ഈ ID എന്നുള്ളൊരു സംഭവം വേണം. ഈ IDയുടെ ഉദ്ദേശം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ ID വേണം, പോസ്റ്റഡ് ഡേറ്റ് വേണം, കാരണം നമുക്ക് ഇന്നത്തെ ഡേറ്റ മാത്രം മതിയല്ലോ. ഈ 2 സാധനമാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി നമ്മൾ ഇവിടെ പോയി ഒന്ന് നോക്കുക. ഇവിടെ പോയിട്ട് ഈ ഫസ്റ്റത്തെ സാധനം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്തേക്ക് ഇതിൻ്റെ URL-ൻ്റെ അവിടെ ഒരു നമ്പർ കാണാം, 24377. നമുക്ക് കിട്ടിയ ഈ ഒരു ഇൻഫർമേഷൻ്റെ അവിടെ കണ്ടോ 24377. അതായത് ഈ URL എന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രാമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ID എന്ന് പറയുന്ന ഈ സാധനം നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡേറ്റ കോപ്പി ചെയ്യാൻ മുഴുവൻ. ChatGPT പറയാം, this is my input, my output data from N8N HTTP node. I need
the JSON with only ID അല്ലാതെ നമുക്ക് വേണ്ടത് posted date and construct new attributes named job URL by concatenating job ID with ഈ ഒരു സാധനമായിട്ട് കോൺകാറ്റിനേറ്റ്, അതായത് രണ്ട് യോജിപ്പിക്കുന്നതാണ് കോൺകാറ്റിനേറ്റ് എന്ന് പറയുമ്പോൾ get me a JavaScript. നമുക്ക് ഈ ഡേറ്റേനെ, അതായത് ഇവിടെ കിട്ടുന്ന ഈ ഡേറ്റേനെ നമുക്ക് വേണ്ട കോലത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യണം. അതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നത്, N8 തെറ്റാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാം, പക്ഷേ പൈത്തൺ ഇതിൻ്റെ അകത്ത് എപ്പോഴും ബീറ്റയിലാണ്, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതാണ് സേഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത സാധനം വെച്ചിട്ട് ഇവർ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അതായത് ID കിട്ടിയിട്ടുണ്ട്. പോസ്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നോ പോസ്റ്റഡ് ഡേറ്റ് ഇൻ API റെസ്പോൺസ് എന്ന് പറയുന്നത്, പക്ഷേ ഇതിനകത്ത് ആക്ച്വലി പോസ്റ്റഡ് ഡേറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ കോഡ് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ പോസ്റ്റഡ് ഡേറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് തൽക്കാലം ടെസ്റ്റിംഗ് പർപ്പസിനായിട്ട് ഈ 10/20, അതായത് 20-ാം തീയതി 10-ാം മാസം 2025 കിട്ടുന്ന ജോബ്സ് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനോട് പറയാം ഫിൽറ്റർ ജോബ്സ് ഓൺ ഓൺലി. ഞാനിങ്ങനെ ഓരോന്നും ChatGPTക്ക് കൊടുക്കുന്നതിൻ്റെ റീസൺ, എനിക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയില്ല, പക്ഷേ എന്താ സംഭവം ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് അറിയാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് ഇത് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇവിടെ കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഡേറ്റ്, അതായത് 20-ാം തീയതി ഉള്ള ജോബ് പോസ്റ്റിങ്ങിന് ഈ രണ്ട് സാധനം നമുക്കിവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് മാത്രം മതിയാവും ഇപ്പോൾ തൽക്കാലത്തെ ആവശ്യത്തിനായിട്ട്. നമുക്കിവിടെ 2 എണ്ണം ഉണ്ട്. ഈ 2 സാധനവും ഓരോന്നോരായിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യണം. അതായത് നമുക്കിവിടെ കിട്ടിയ ഈ URLൻ്റെ അകത്ത് പോയിട്ട് വേണം നമുക്ക് ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി, എന്നാലേ നമുക്കത് AIക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് പോയിട്ട് വേണം നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമുക്കിത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഓരോന്നോരോന്നായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് 2 എണ്ണേ ഉള്ളൂ ഇതിനകത്ത്, ചിലപ്പോൾ നാളെ ചിലപ്പോൾ 10 എണ്ണം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എല്ലാം ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാന്ന് പറയുന്നത് ഒരു നല്ല പ്രാക്ടീസ് അല്ല. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ലൂപ്പ് ഓവർ ഐറ്റംസ് എന്ന് പറയും. ലൂപ്പ് ഓവർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1 by 1 ആയിട്ട് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതിന് ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഈ ലൂപ്പ് ഓവർ ഐറ്റംസ് ഉള്ള സംഭവം ആഡ് ചെയ്യാം. ഇനി ഇവിടെയാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലൂപ്പ് ഓവർ ഐറ്റംസ് ആഡ് ചെയ്തു, അതിൻ്റെ ബാക്കിയുള്ള നോട്ട്സ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോന്നോരോന്ന് മാനുവലി ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതാണ് കുറച്ചും കൂടി എളുപ്പം വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. സോ ബേസിക്കലി നമ്മൾ ഇവിടെ ചെയ്ത ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ HTTP റിക്വസ്റ്റിൻ്റെ അകത്ത് എക്സിക്യൂട്ട് നോക്കാം. നമ്മൾ ഈ HTTP റിക്വസ്റ്റ് എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് കിട്ടിയ URL കൊടുത്തു. ആ URL കൊടുത്തു കഴിഞ്ഞപ്പോൾ, അതായത് നമ്മളിവിടെ നേരത്തെ 2 URL എക്സ്ട്രാക്ട് ചെയ്തിരുന്നു,
ആ URL ഇവിടെ നമ്മൾ ഈ URL നമ്മളോട് കൊടുത്തു. അപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയൊരു ഔട്ട്പുട്ടാണ്. ഇത് HTML ആണ്, അതായത് നമ്മൾക്ക് കിട്ടിയ HTML ഔട്ട്പുട്ടാണ് ഈ സാധനം കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഈ HTML ഔട്ട്പുട്ട് അതുപോലെ OpenAIക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള HTML ഭാഗങ്ങൾക്ക് ക്ലീനപ്പ് ചെയ്യണം. അത് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ ഡേറ്റയും ഇത് ക്ലീനപ്പ് ചെയ്യാനുള്ള N8N ജാവാസ്ക്രിപ്റ്റ് കോഡും തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ChatGPT നിങ്ങൾക്ക് ഇത് വൃത്തിയായിട്ട് തരും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത് എന്താണ്? ഒന്ന് URL, രണ്ടാമത് ഈ ക്ലീൻ ചെയ്ത ഡേറ്റ. അപ്പോൾ ഈ കോഡ് കൊടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ഈ സാധനമാണ് കിട്ടുക. ഇതിനകത്ത് സ്റ്റിൽ കുറച്ച് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമ്മളുടെ AIക്ക് കൊടുക്കാൻ ഇതൊക്കെ മതി. ഇനി ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത്, നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OpenAIക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഒരു OpenAIയുടെ മെസ്സേജ് മോഡൽ എന്ന് പറഞ്ഞൊരു ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് GPT 3.5 ടർബോ എന്ന് പറയുന്നൊരു API ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ മോഡലാണ് ആഡ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ആ പ്രോംപ്റ്റിൻ്റെ അകത്ത് ഞാൻ എന്നെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാണ്. 3 വർഷം ജാവയിലും പൈത്തണിലും എനിക്ക് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ട്, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിലും API എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടേത് വേറെ എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് വേറെ കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ജോബ് URL ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. ഇത് ഡൈനാമിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ജോബ് ഡിസ്ക്രിപ്ഷനും ഞാൻ കൊടുത്തു, അത് മുകളിൽ കൊടുത്താണ്. അതായത് ഈ മെസ്സേജ് മോഡൽ എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ സാധനമാണ്, ഈ ജോബിൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ. ഇനി ഞാൻ ഇവരോട് പറയുകയാണ്, OpenAIയോട് പറയുകയാണ്, ഇത് എൻ്റെ ഡിറ്റർമിൻ വെദർ ദിസ് കാൻഡിഡേറ്റ് ഇസ് ഗുഡ് ഫിറ്റ് ഫോർ ദ ജോബ്. അതായത് ഈ സ്കിൽസും ഈ ജോബ് ഡിസ്ക്രിപ്ഷനും എൻ്റെ സ്കില്ലും തമ്മിൽ മാച്ച് ആണെങ്കിൽ ഇവിടെ യെസ് ഓർ നോ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ തരിക എന്നാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസാണ് കിട്ടുന്നത്. ഇതിൻ്റെ നമുക്ക് എല്ലാം ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ ആവശ്യമുള്ളത് ഈ URLും ഈ മാച്ചാണോ എന്നുള്ള സംഭവം മാത്രം മതി. അതിനൊരു ക്ലീനപ്പിൻ്റെ നമ്മളൊരു കോഡ് ഒന്നും കൂടെ ആഡ് ചെയ്തു. ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന്, ഈ ഔട്ട്പുട്ടിൻ്റെ അകത്ത് നിന്ന് ഈ 2 സാധനങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കുന്നു, URLും മാച്ചാണാവില്ല എന്നുള്ളത്. ഇനി അതിനുശേഷം നമ്മളൊരു വെയിറ്റ് നോഡ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 10 സെക്കൻഡ്. ഈ 10 സെക്കൻഡ് വെയിറ്റ് നോഡ് ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ട്, ചിലപ്പോൾ ചില സമയത്ത് ഈ AI ഒക്കെ പ്രോസസ്സ് ചെയ്ത് ഡേറ്റ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു 10 സെക്കൻഡൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ്, ഈ പെട്ടെന്ന് 2 ഇൻപുട്ട് കൊടുക്കുന്നതിന് പകരം കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. പ്രത്യേകിച്ച് ഒരുപാട് URLs പ്രോസസ് ചെയ്യാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് നമ്മളൊരു 10 സെക്കൻഡ് ഗ്യാപ്പിലൂടെ ഇൻ്റർവെൽ ഇടുന്നുണ്ട്. വെയിറ്റ് നോഡ് എന്ന് പറയുന്നൊരു നോഡാണിത്. ഇനി അടുത്തൊരു സംഭവം, നമ്മളുടെ ഈ മാച്ച് എന്ന് പറഞ്ഞൊരു സാധനം, അത് യെസ് ആണെങ്കിൽ നമുക്ക് ഈ URL, ജോബിൻ്റെ URLും എനിക്ക് ടെലഗ്രാമിലൊരു മെസ്സേജായിട്ട് അയക്കണം. അപ്പോൾ അതിനുള്ള സംഭവമാണിത്. ഓക്കെ, അതായത് ന്യൂ മാച്ച് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ടെലഗ്രാമിലൊരു മെസ്സേജ് വരും. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണിത്. ഇനി നിങ്ങൾക്കിത് മുഴുവൻ കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച് കോഡ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ ഞാൻ എൻ്റെ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് N8Nൽ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് N8N യൂസ് ചെയ്യാൻ താല്പര്യമില്ല, പൈത്തണിൽ കോഡ് ചെയ്തെടുക്കാനാണ് താല്പര്യമെങ്കിൽ അതും പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോമേഷൻ്റെ JSON ChatGPT കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അതുപോലെയൊക്കെ ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾക്കൊരു ബേസിക് പൈത്തൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പൈത്തൺ അത് ചെയ്തു തരും. ഇനി നിങ്ങൾക്കൊരു ഏതാണ്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പൈത്തൺ അത് ചെയ്തു തരും. ഇനി അത് അല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഫ്രെയിം വർക്കുകൾ, ഇപ്പോൾ Crew.ai പോലുള്ള മറ്റ് ഫ്രെയിം വർക്കുകൾ ഉപയോഗിച്ചും സെയിം സാധനം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്ലിക്കിംഗ് ടു ഈ ട്രിഗർ മാറ്റിയിട്ട് നമുക്ക് അവിടെ എല്ലാ ദിവസവും ആടെ ട്രിഗർ മാനുവലി എന്ന് പറയുന്നത് ഓൺ ഷെഡ്യൂൾ എന്ന് പറയാം. അതായത് ട്രിഗർ അറ്റ് അവർ, അതായത് നമുക്ക് രാത്രിയിൽ അല്ലെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കിത് ട്രിഗർ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാ ദിവസവും 7 മണിയാകുമ്പോഴത്തേക്കും ഈ സാധനം ട്രിഗറാവും. ട്രിഗറായിട്ട് എനിക്ക്
എനിക്കെൻ്റെ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് വരും. ഇതാണ് വർക്ക് ഫ്ലോ. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ സിമിലർ വർക്ക് ഫ്ലോ നിങ്ങൾക്ക് മറ്റു പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങളൊരു കോൺട്രാക്ടർ ആണെന്ന് വിചാരിക്കുക. ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകളിൽ ടെൻഡറിൻ്റെ നോട്ടീസുകൾ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലത്തെ ഒരു വർക്ക് ഫ്ലോ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ടെൻഡറുകളാണ് എങ്കിൽ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ടെലിഗ്രാമിൽ മെസ്സേജ് വരുത്താൻ പറ്റും. ഇനി വേറെ ഏത് വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ചില വെബ്സൈറ്റുകൾക്ക് ഈ സിമ്പിൾ സെറ്റപ്പ് മതിയാവില്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സെറ്റപ്പ് വേണ്ടി വരും. ബട്ട് എന്നാലും നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ വേണ്ടി വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമേഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തിരി ലെങ്തി വീഡിയോ ആണ്, അതുകൊണ്ട് അതിനൊരു ക്ഷമ പറയുന്നു. ഇനി ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.